ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം, നമ്മുടെ സിലബസിൽ പ്രത്യേകം പേരെടുത്ത് തന്ന രണ്ട് മൂലകങ്ങളാണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. ഇതിൽ നിന്ന് നമ്മൾ SCERT ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ്റെ ടോപ്പിക്സും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് ഇത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്? അതൊരു മൂലകമാണെന്ന് നമുക്കറിയാം അല്ലേ. അതെങ്ങനെയെല്ലാം അറിയപ്പെടുന്ന മൂലകമാണ്? ജ്വലിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ജ്വലിക്കുന്ന വാതകം, അതുപോലെ കത്തുന്ന വാതകം, ഭാവിയിലെ ഇന്ധനം, ഹരിത ഇന്ധനം എന്നെല്ലാം അറിയപ്പെടുന്ന എന്താണ്? ഈ ഹൈഡ്രജൻ ആണ്. എന്തെല്ലാം? ജ്വലിക്കുന്നത്, ഭാവിയിലെ ഇന്ധനം, കത്തുന്ന വാതകം എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. സൂര്യനിലൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്ന് പറയും? അത് ഹൈഡ്രജൻ ആണ്. കാരണം അത് സൂര്യനിലുണ്ട്, അതുപോലെ മറ്റ് നക്ഷത്രങ്ങളിലൊക്കെ ഉള്ള മൂലകമാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഏത് ഇയറിലാണ് കണ്ടുപിടിച്ചത്? 1766 ഹെൻറി കാവൻഡിഷ് എന്ത് കണ്ടുപിടിച്ചത്? ഹൈഡ്രജനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം ആ വാതകത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, കത്തുന്ന വായു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എങ്ങനെ വിശേഷിപ്പിച്ചത്? കത്തുന്ന വായു എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഹൈഡ്രജൻ ഒരു വാതകമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ കത്തുന്ന വായു എന്നാണ് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത്. അതിന് പേര് നൽകിയത് ലാവോസിയാണ്. ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? ലാവോസിയാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അല്ല, ഹൈഡ്രജൻ്റെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോഹ സ്വഭാവം കാണിക്കുന്ന ഒരു അലോഹമാണ്. ലോഹ സ്വഭാവം കാണിക്കുന്നതാണ്, എന്നാൽ അതൊരു അലോഹമാണ്. ലോഹ സ്വഭാവം കാണിക്കുന്ന ഒരു അലോഹമാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജന് എല്ലാ ആസിഡുകളിലും ഒരു പൊതുവായ ഒരു വാതകമാണ്. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുവായ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മുടെ ആവർത്തന പട്ടിക എടുത്ത് നോക്കിയാൽ തന്നെ ഈ ഹൈഡ്രജൻ മാത്രം വിട്ടു നിൽക്കുന്നത് കാണാം അല്ലേ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത ഒരു മൂലകമാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷ വായുവിൽ തന്നെ സ്വതന്ത്രാവസ്ഥയിൽ ചെറിയൊരു അളവിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഹൈഡ്രജൻ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 143 കിലോ ജൂൾ പെർ ഗ്രാം ആണ്. എത്രയാണ്? 143 കിലോ ജൂൾ പെർ ഗ്രാം ആണ് ഹൈഡ്രജൻ്റെ എന്തെന്ന് പറയുന്നത്? കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണിത്. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ റോക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എന്ത് ഹൈഡ്രജനാണ്? ലിക്വിഡ് ഹൈഡ്രജൻ ആണ് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജൻ ആണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹൈഡ്രജന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. എങ്ങനെയാണ്? ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് ഹൈഡ്രജന്. മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം കൂടിയാണ് ഈ ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മളാണ് റോക്കറ്റിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം കൂടിയാണ് ഈ ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജന് വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ജലം എന്ന് പറയുന്നത്. വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജ്വലിക്കുന്ന വാതകമാണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ നമ്മൾ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞതാണ്, അതുപോലെ മലിനീകരണം ഇല്ലാത്തതാണ്, നമുക്ക് ഒരുപാട് കിട്ടുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ കൂടി അത് നമ്മൾ എന്തിനെ ഉപയോഗിക്കില്ല? ഒരു ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ, അതിന് സ്ഫോടന സാധ്യത അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ എന്താണ്? കൂടുതലുള്ള ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫോടന സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിത് ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തത്.
അതുപോലെ തന്നെ ഇത് സംഭരിച്ച് വെക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. അപ്പോൾ ഹൈഡ്രജൻ സംഭരിച്ച് വെക്കാനും പ്രയാസമാണ്, അതുപോലെ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ എന്തിനാണ് ഉപയോഗിക്കാത്തത്? ഗാർഹിക ഇന്ധനങ്ങൾക്ക് ഉപയോഗിക്കാത്തത്. എന്നാലും ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഴുക്കിൽ കാണപ്പെടുന്ന പ്രധാന ഘടകം കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മെഴുക്കിൽ കാണപ്പെടുന്ന പ്രധാന ഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും കാണപ്പെടുന്നുണ്ട്? കാർബണും കാണപ്പെടുന്നുണ്ട്. ഇനി ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്നത്. എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഐസോടോപ്പ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്നത്. ഈ പ്രോട്ടിയം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിലും അതുപോലെ മറ്റ് പ്രപഞ്ചത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണിത്. ന്യൂക്ലിയസിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. അപ്പോൾ മറ്റുള്ളതിൽ നമുക്ക് ഡ്യൂട്ടീരിയം പറഞ്ഞാൽ അതിൽ 1 ന്യൂട്രോൺ ഉണ്ട് എന്ന് വയ്ക്കുക. ട്രീഷ്യം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് 2 ന്യൂട്രോൺ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ 1 ന്യൂട്രോൺ ഇല്ലാത്ത പ്രോട്ടിയം, 1 ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയവും. 2 ന്യൂട്രോൺ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്രീഷ്യം എന്ന് പറയുന്നതും എന്ന് ഓർത്ത് വയ്ക്കുക. ഡ്യൂട്ടീരിയം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ അതിന് 1 ന്യൂട്രോൺ ആണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ഇത് എങ്ങനെ അറിയപ്പെടുന്നു? ഘന ഹൈഡ്രജൻ എന്നും അറിയപ്പെടുന്നത് എന്താണ്? ഈ ഡ്യൂട്ടീരിയമാണ് ഘനജലം എന്നറിയപ്പെടുന്നു. അതായത് ഘനജലം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഘനജലം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഡ്യൂട്ടീരിയം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹറോൾഡ് യൂറെയാണ്. നമ്മൾ നേരത്തെ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹറോൾഡ് യൂറെയാണ് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത്. ഇനി ട്രീഷ്യം നമ്മൾ പറഞ്ഞു 2 ന്യൂട്രോൺ ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. 2 ന്യൂട്രോൺ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് എന്തെന്ന് പറയുന്നത്? ട്രീഷ്യം എന്ന് പറയുന്നത്. ഇത് വളരെ കുറച്ച് മാത്രമാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്, ഈ 3ാമത്തെ ഐസോടോപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് എവിടെ കാണപ്പെടുന്നത്? ഭൂമിയിൽ കാണപ്പെടുന്നത്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡുകളുടെ നിർമ്മാണത്തിനും വെൽഡിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നത് കൂടിയാണ് ഈ ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രീഷ്യം റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് കൂടിയാണ്. എന്തെന്ന് പറയുന്നത്? ട്രീഷ്യം എന്ന് പറയുന്നത്. അതുപോലെ സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നതും ഈ ട്രീഷ്യം ഓക്സൈഡ് തന്നെയാണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നതും ഈ ട്രീഷ്യം ഓക്സൈഡ് തന്നെയാണ്. ഹൈഡ്രജൻ്റെ ആലോട്രോപ്പുകളാണ് ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്ന. ഹൈഡ്രജൻ്റെ ആലോട്രോപ്പുകൾ ഏതൊക്കെയാണ്? ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനുമാണ്. എത്ര നേരം പറഞ്ഞു ഒന്നുകൂടെ പറയാം. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 1766 അദ്ദേഹം ആ വാതകത്തിന് നൽകിയ പേരെന്താണ്? കത്തുന്ന വായു എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയെ ആണ്. ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹൈഡ്രജൻ എന്ന പേരിൻ്റെ അർത്ഥം. ആറ്റോമിക നമ്പറും മാസ് നമ്പറും 1 മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ എല്ലാ ആസിഡുകളിലുമുള്ള പൊതുവായ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്നെല്ലാം ചോദിച്ചു പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. 1 ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹൈഡ്രജൻ ആറ്റമാണ്. 1 ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/4 കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ് കാണപ്പെടുന്നത്. ലോഹഗുണം പ്രകടിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ലോഹഗുണം പ്രകടിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം നമ്മൾ പറഞ്ഞു. ജലത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് എന്തിനെന്ന് നമ്മൾ പറഞ്ഞു? ഹൈഡ്രജന് എന്ന് പറഞ്ഞു അല്ലേ. ഈ ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ജലവും പൊട്ടാസ്യവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ജലവും
പൊട്ടാസ്യവുമായി പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഹൈഡ്രജൻ ആണ്. നമ്മൾ പറഞ്ഞ എല്ലാ ആസിഡുകളിലും പൊതുവായ ഘടകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും ലഘുവായ ആറ്റം, അതുപോലെ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ്. അതുപോലെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു ജ്വലിക്കുന്ന വാതകം ഉണ്ടാവും, അതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ജ്വലിക്കുന്ന വാതകം കാണപ്പെടും, ആ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹൈഡ്രജൻ തന്നെയാണ് വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ഈ ഹൈഡ്രജൻ വാതകമാണ്. ഇതെങ്ങനെയാണ് വനസ്പതി നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ സസ്യ എണ്ണയിൽ കൂടി ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. അതുപോലെ നമ്മൾ ഹൈഡ്രജൻ ബലൂൺസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഹൈഡ്രജൻ ബലൂൺസിൻ്റെ പ്രത്യേകത എന്താണ്? അത് വായുവിൽ പൊങ്ങി കിടക്കുന്ന അല്ലെ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ എന്ന് പറയും. അപ്പോൾ വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ വാതകമാണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ വാതകം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ 3 ഐസോട്ടോപ്പുകൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് പറഞ്ഞു പ്രോട്ടിയം പറഞ്ഞു, ഡ്യൂട്ടീരിയം പറഞ്ഞു, ട്രീഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എല്ലാവിടെയും കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ അതേതാണ്? പ്രോട്ടിയം ആണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിക്കുന്ന ഏതായിരിക്കുക? ട്രീഷ്യമമാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ റേഡിയോ ആക്റ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രീഷ്യം ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഡ്യൂട്ടീരിയം എന്ന ഐസോട്ടോപ്പാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. മാസ് നമ്പർ ഡ്യൂട്ടീരിയത്തിൻ്റെ എത്രയാണ്? 2 ആണ് വരുന്നത്. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടിയവും. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഡ്യൂട്ടീരിയവും. 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രീഷ്യവുമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ എന്നിവയാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇത് കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ് ഇത് കണ്ടുപിടിച്ചത്. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ളത് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം. അതുപോലെ പഴയ എണ്ണച്ചായങ്ങളിൽ നിറം നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഒക്കെ ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണച്ചായങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഇത് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കുന്നില്ല, ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു പറഞ്ഞാൽ അതിന് സ്ഫോടന സാധ്യത കൂടുതലാണ്, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളത് അണുബോംബിലൊക്കെ ഉപയോഗിക്കുന്ന ബോംബ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മൂലകമാണ് അല്ലേ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഐസോട്ടോപ്പുകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഡ്യൂട്ടീരിയത്തിൽ എത്ര ന്യൂട്രോണാണ് ഉള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്? 1 ന്യൂട്രോണാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ 1 ന്യൂട്രോണുള്ള ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം എന്ന് പറയും. D2O എന്ന് പറയും. നമ്മൾ D2O ആണ് ഘനജലം എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിദത്ത ജലത്തിൽ തന്നെ 1/6000 ഭാഗവും എന്തായിരിക്കാം? ഘനജലമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിൻ്റെ നിർമ്മാണത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഘനജലത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ രാസപ്രവർത്തനങ്ങളിൽ ട്രേസറായിട്ടും എന്തുപയോഗിക്കുന്നു? ഡ്യൂട്ടീരിയം ഉപയോഗിക്കുന്നു. ജലം എന്ന് പറയുന്നത് ഡൈഹൈഡ്രജൻ മോണോക്സൈഡും ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡുമാണ്.
ഇനി ഹൈഡ്രജന് നമ്മൾ പറഞ്ഞു, ഇനി കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോകാം. ഹൈഡ്രജൻ എന്താണ്? വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു അലോഹമാണ്. ഇതൊക്കെ SCRT-യിലുള്ളതാണ് കേട്ടോ. ആൽക്കലി ലോഹങ്ങളെല്ലാം ഏകാറ്റോമികമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ മാത്രം എന്തായിരിക്കും? ദ്വയാറ്റോമികമായിരിക്കും. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ദ്വയാറ്റോമികമായിരിക്കും. അതുപോലെ ആൽക്കലി ലോഹങ്ങളെ പോലെ തന്നെ ചില രാസപ്രവർത്തന വേളയിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ആൽക്കലി ലോഹങ്ങളെ പോലെ എന്ത് ചെയ്യും? ഹൈഡ്രജന് ഒരു രാസപ്രവർത്തന വേളയിൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ചില സമയം എന്ത് ചെയ്യും? ഹാലജനെ പോലെ ഒരു ഇലക്ട്രോണ് നേടുകയും ചെയ്യും. ചില സമയത്ത് ലോഹങ്ങളെ പോലെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തും. ചില പ്രവർത്തനങ്ങളിൽ ഹാലജനെ പോലെ ഒരു ഇലക്ട്രോൺ നേടുകയും ചെയ്യും. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാവുക? വാതകാവസ്ഥയിലാണ് ഉണ്ടാവുക. ലോഹ സ്വഭാവം കാണിക്കുന്ന ഒരു അലോഹമാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആൽക്കലി ലോഹങ്ങൾ പൊതുവെ അയനീകരണ ഊർജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജന്റെ അയനീകരണ ഊർജം എന്ന് പറയുന്നത് ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയനീകരണ ഊർജം എന്ന് പറയുന്നത് എന്തായിരിക്കുക? കുറവായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഹൈഡ്രജന്റെ അയനീകരണ ഊർജം എങ്ങനെയായിരിക്കുക? ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. ആ സമയത്ത് നല്ല പൊതുവെ ഹൈഡ്രജന്റെ അയനീകരണ ഊർജം എന്ന് പറയുന്നത് ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. 1766 പറഞ്ഞു. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതായതുകൊണ്ടാണ് വീണ്ടും വന്നത്. ഓക്കെ. ഹൈഡ്രജന്റെ സാന്ദ്രത കുറവായതിനാൽ ഹൈഡ്രജൻ ബലൂൺ വായുവിൽ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? ഹൈഡ്രജന്റെ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂൺ വായുവിൽ പൊങ്ങിക്കിടക്കുന്നത്. ഹൈഡ്രജന്റെ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിനേക്കാൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? കുറവാണ് എന്ന് പറഞ്ഞു അല്ലേ. ഹൈഡ്രജൻ എന്തുകൊണ്ട് ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഹൈഡ്രജന് സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. ഇത് സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും എന്താണ്? പ്രയാസമാണ്. എന്നാൽ ഈ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറവ് എന്നുള്ളത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. കാരണം ഹൈഡ്രജൻ നമുക്ക് എന്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഒരു ഇന്ധനമായി ഉപയോഗിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ പരിസര മലിനീകരണം കുറയ്ക്കാനും സാധിക്കും. ഇനി ഹൈഡ്രജനും ഓക്സിജന്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ, അതായത് ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിടുമ്പോൾ എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ ജലം ഉണ്ടാകും. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതത്തിൽ ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിടുമ്പോൾ അവിടെ എന്തുണ്ടാവും? ജലം ഉണ്ടാകും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന ഒരു വാതകം ഉണ്ടാവും. ഈ ജലം ഉണ്ടാക്കുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്നതാണ് താപമോചക പ്രവർത്തനം എന്താണ്? ജലമുണ്ടാകുന്ന ഹൈഡ്രജൻ ഓക്സിജനും പ്രവർത്തിച്ച് ജലമുണ്ടാകുന്നതിനെയാണ് താപമോചക പ്രവർത്തനം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജലം ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകളാണ് ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് എന്തുപയോഗിക്കുന്നു? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. എന്തിൻ്റെയൊക്കെയാണ്? അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. അപൂരിത എണ്ണകളെയാണ് പൂരിതമാക്കുന്നതിനാണ് എന്തുപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എണ്ണകളെ ഉപയോഗിക്കുന്നത്. അത് തിരിച്ചു തന്നിട്ട് കൺഫ്യൂഷൻ ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അപൂരിത എണ്ണകളെയാണ് എന്ത് ചെയ്യുന്നത്? പൂരിതമാക്കുന്നത്. ഇനി ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്നു. നമ്മൾ പറഞ്ഞല്ലോ റോക്കറ്റുകളിൽ ലിക്വിഡ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. കലോറിക് മൂല്യം കൂടിയ ഇന്ധനമാണിത്. എന്തുകൊണ്ടാണ് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ കലോറിക് മൂല്യം കൂടുതലാണ്, അതുപോലെ ലഭ്യത കൂടുതലാണ്, പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുമില്ല. തണുത്ത ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ. അപ്പോൾ തണുത്ത ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയാണ്. ഇനി ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹം ഏതാണ്? അത് മാഗ്നീഷ്യമാണ്. ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ സിങ്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കും
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഭാവിയുടെ ഊർജ്ജം എന്നാണ് ഹൈഡ്രജനെ വിളിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണമില്ലാത്ത ഊർജ്ജരൂപം എന്ന നിലയിൽ ലോകം മുഴുവൻ ഹൈഡ്രജന്റെ ഉൽപ്പാദനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഹൈഡ്രജൻ താഴ്വരകൾ എന്ന് വിളിക്കുന്ന 4 പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിലൊന്ന് എവിടെയാണുള്ളത്? നമ്മുടെ കേരളത്തിലാണ് ഉള്ളത്. ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും, മലിനീകരണത്തിൻ്റെ തോത് കൂടുകയും ചെയ്യും. അതേസമയം നമ്മൾ ഈ ഹൈഡ്രജൻ ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ കാർബൺ പാദമുദ്രകൾ അവശേഷിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, മലിനകരമായ ഉപോൽപ്പന്നങ്ങൾ ഒന്നും തന്നെ പുറന്തള്ളുകയും ചെയ്യുന്നില്ല. ഹൈഡ്രജൻ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുമ്പോൾ വെള്ളം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന ഹൈഡ്രജൻ എന്ന മാന്ത്രിക ഇന്ധനം എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമാവുന്നതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്? സൗരോർജം, കാറ്റോർജം മുതലായ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ജലത്തെ വൈദ്യുത വിശ്ലേഷണം വഴി വിഭജിപ്പിച്ചാണ് ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൽ കാർബൺ ഉത്സർജനം ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ വ്യവസായത്തും ഗതാഗതത്തും വൈദ്യുതി ഉൽപ്പാദനത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കാർബൺ ഒന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? മലിനീകരണം കുറയ്ക്കാനും കഴിയും. ഇന്ത്യയിലെ ഹൈഡ്രജൻ താഴ്വരകൾ എവിടെയാണ്? 2030 5 മില്യൺ മെട്രിക് ടൺ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുമെന്നാണ് ഇന്ത്യൻ നാഷണൽ ഹൈഡ്രജൻ മിഷന്റെ ലക്ഷ്യം. 2023 NGHM രൂപവൽക്കരിക്കുന്നത്. 2030 ഇന്ത്യയുടെ ഹൈഡ്രജന്റെ ഉപയോഗം ഏകദേശം 12 മില്യൺ മെട്രിക് ടൺ ആയി വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. രാജ്യം 2047 എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കണമെന്നും 2070 കാർബൺ പാദമുദ്രകൾ അവശേഷിപ്പിക്കാതെ നെറ്റ് സീറോ അവസ്ഥ കൈവരിക്കണമെന്നും മിഷൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇപ്പം 4 ഹൈഡ്രജൻ താഴ്വരകളാണ് ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യ രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭൂപ്രദേശത്തെയാണ് ഹൈഡ്രജൻ താഴ്വരകൾ എന്ന് വിളിക്കുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ ഹൈഡ്രജൻ നിർമ്മാണം, ഹൈഡ്രജന്റെ സംഭരണം, ഗതാഗതം, ഹൈഡ്രജനെ മറ്റ് ഇന്ധന രൂപങ്ങളിലാക്കി മാറ്റൽ, അതുപോലെ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വേണ്ട സാങ്കേതിക മാറ്റങ്ങളുടെ പഠനം തുടങ്ങിയ വിവിധ ഗവേഷണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തി വരുന്നുണ്ട്. പൂനെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയുടെ നേതൃത്വത്തിൽ ഹൈഡ്രജൻ കൊണ്ട് പ്രവർത്തിക്കുന്ന 50 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടും കൂടി ഇതിനകം വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 താഴ്വരകൾ എവിടെയൊക്കെയാണുള്ളത്? നമ്മൾ പറഞ്ഞു ഒന്ന് കേരളത്തിലാണെന്ന് പറഞ്ഞു. ബാക്കി 3 എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീസ എന്നിവിടങ്ങളിലാണ്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീസ എന്നിവിടങ്ങളിലാണ് ബാക്കി 3. അപ്പോൾ 4 ഹൈഡ്രജൻ താഴ്വരകളാണുള്ളത്. പൂനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്ര താഴ്വരയിലെ ഹൈഡ്രജൻ നിർമ്മാണത്തിനായി വൈദ്യുത വിശ്ലേഷണത്തിൽ അധിഷ്ഠമായും അതിനുവേണ്ട രാസവസ്തുക്കളെക്കുറിച്ചും ഹൈഡ്രജന്റെ ബയോ എഥനോളാക്കി മാറ്റാവുന്ന രീതികളെക്കുറിച്ചും പരീക്ഷണങ്ങൾ നടത്തുന്നു. അതുപോലെ ജോധ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജസ്ഥാൻ മേഖലയിലെ ഹൈഡ്രജൻ, അമോണിയ തുടങ്ങിയവയുടെ നിർമ്മാണ രീതികളെക്കുറിച്ചും അമോണിയ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചിട്ടും പഠനം നടത്തുന്നുണ്ട്. അതുപോലെ ഭുവനേശ്വർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒഡീഷ താഴ്വര വ്യവസായശാലകളെ ക്രോഡീകരിച്ച് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റീൽ വ്യവസായം എന്നിവയിൽ ഊന്നിയാണ് പ്രവർത്തിക്കുന്നത്. കൊച്ചി, ആലപ്പുഴ കേന്ദ്രമാക്കി അനേർട്ടിനെ മുൻനിർത്തി, അപ്പോൾ കൊച്ചി ആലപ്പുഴ ആയിട്ടാണ് കേട്ടോ. കൊച്ചി ആലപ്പുഴ കേന്ദ്രമാക്കി അനേർട്ടിനെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന കേരള വാലിയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ആന്തര ദഹന യന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. ബയോ ഹൈഡ്രജനെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ വയനാട് കേന്ദ്രീകരിച്ച് തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? 0 കാർബൺ പാദമുദ്രയാണ് അവശേഷിപ്പിക്കുന്നതെങ്കിലും ഇപ്പോൾ ഹൈഡ്രജന് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. 1 കിലോഗ്രാമിന് ഏകദേശം 360 മുതൽ 460 രൂപ വരെയാണ് ഹൈഡ്രജന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. ചാര ഹൈഡ്രജനുമായി താരതമ്യം ചെയ്താൽ 180 മുതൽ 230 രൂപ വരെ ഇതിന് വില ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ വില കൂടുതലാണ് എന്നതാണ് ഒന്നാമത്തേത്.
ഇതിനു വേണ്ടിയിട്ട് ജർമ്മനി, ജപ്പാൻ, കൊറിയ, നെതർലാൻഡ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയും ഹൈഡ്രജൻ മാർക്കറ്റുകൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമായതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ സംഭരിച്ചു വെക്കുന്നതിന് കൂടുതൽ വ്യാപ്തം ആവശ്യമായി വരികയും ചെയ്യും. ഹൈഡ്രജൻ സംഭരിച്ചു വെക്കുന്ന ടാങ്കുകൾ ദുർബലമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൽ, ഉന്നത മർദ്ദം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയും ഹൈഡ്രജൻ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികൾ കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹൈഡ്രജൻ താഴ്വരകൾ എവിടേക്കാണെന്ന് അറിയാലോ. ഒന്ന് കേരളത്തിലാണ്, പിന്നെ രാജസ്ഥാനിലാണ്, പിന്നെ മഹാരാഷ്ട്രയിലാണ്, പിന്നെയുള്ളത് എവിടെയാണ്? ഒഡീസയിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ഹൈഡ്രജൻ്റെ കളർ കോഡും കൂടി നോക്കാം. അതും കൂടി നോക്കി പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ കാര്യങ്ങളെല്ലാം പുതിയതായിട്ടുള്ളതെല്ലാം തീർന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനായി ആശ്രയിക്കുന്നത് ഊർജ്ജ സ്രോതസ്സുകളെയും ഉൽപ്പാദന രീതികളെയും അനുസരിച്ച് ഹൈഡ്രജൻ നിർമ്മാണത്തോടൊപ്പം പുറന്തള്ളുന്ന കാർബണിൻ്റെ അളവും വ്യത്യാസമായിരിക്കും. ഇതനുസരിച്ച് ഹൈഡ്രജനെ വ്യത്യസ്ത കളർ കോഡുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. എന്തിൻ്റെ അളവനുസരിച്ചിട്ടാണ്? കാർബണിൻ്റെ അളവനുസരിച്ചിട്ടാണ് വ്യത്യസ്ത കളർ കോഡ് നൽകിയിട്ടുള്ളത്. കറുപ്പ് ബ്രൗൺ ഹൈഡ്രജൻ ഉൽപ്പാദനത്തോടൊപ്പം 1 ടണ്ണിന് 19 ടൺ എന്ന കണക്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വമിക്കും. 1 ടണ്ണിന് 19 ടൺ കണക്കിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് വമിക്കുന്നത്. പ്രകൃതിവാതകത്തിന് സ്റ്റീം റീഫോമിംഗ് എന്ന മാർഗത്തിലൂടെ നിർമ്മിക്കുകയും അതിനുശേഷം കാർബൺ ട്രാപ്പിംഗ് രീതിയിലൂടെ കടത്തിവിടുകയും ചെയ്താണ് നീല ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. ഈ നീല ഹൈഡ്രജനോടൊപ്പം 1 ടണ്ണിന് 4 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. 1 ടണ്ണിന് 4 ടണ്ണാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരിക. ഇനി കാർബൺ ട്രാപ്പിംഗ് നടത്താതെ സ്റ്റീം ഗ്യാസ് റീഫോമിംഗ് അല്ലെങ്കിൽ കോൾ ഗ്യാസിഫിക്കേഷൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈഡ്രജനാണ് ഇപ്പോൾ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത്. ഇത്തരം ഹൈഡ്രജൻ നിർമ്മാണത്തിൽ ഏകദേശം 19 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഹൈഡ്രജൻ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന ആശയം ഉയർന്നു വന്നു. അപ്പോൾ ഇത്തരത്തിൽ നിർമ്മിക്കുമ്പോൾ ഹൈഡ്രജന് ഓറഞ്ച് ഹൈഡ്രജൻ എന്ന് പറയും. എങ്ങനെ? പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് നിർമ്മിക്കുന്നതിന് ഓറഞ്ച് ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഹരിത ഹൈഡ്രജനെ പോലെ തന്നെ വെള്ളത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിച്ചെടുക്കാവുന്നതാണ് പിങ്ക് ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ വൈദ്യുത വിശ്ലേഷണത്തിനായി ആണവോർജം ഉപയോഗിക്കുന്നു. ആണവ നിലയങ്ങളിലെ ഉന്നത ഊഷ്മാവ് ഉപയോഗിച്ച് വെള്ളത്തെ നീരാവിയാക്കുകയും രാസത്വരകങ്ങളുടെ സഹായത്താൽ ഉന്നത ഊഷ്മാവിൽ ജലത്തെ വിഘടിപ്പിക്കുകയും ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കാം. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജനെ ചുവന്ന ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. മീഥേൻ വാതകത്തെ ഉന്നത ഊഷ്മാവിൽ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ നിർമ്മിക്കാമെന്നും നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഹൈഡ്രജനെ നീല ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. ടാക്കോയിഡ് എന്നു പേരുള്ള നിറമാണിതിന്. സൗരോർജ്ജം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹരിത ഹൈഡ്രജനെ മഞ്ഞ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തിനുള്ളിൽ ഉന്നത ഊഷ്മാവിൽ വെള്ളവും മിനറലുമായി പ്രവർത്തിച്ച് പ്രകൃതിദത്തമായി ഉണ്ടാകുന്നതാണ് വെള്ള ഹൈഡ്രജൻ. അപ്പോൾ വെള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് എവിടെ ഉണ്ടാകുന്നതാണ്? ഭൂവൽക്കത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ് വെള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സൗരോർജ്ജം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈഡ്രജനാണ് മഞ്ഞ ഹൈഡ്രജൻ. സൂര്യനെ ഓർക്കുക, മഞ്ഞ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി മീഥേൻ വാതകത്തെ ഉന്നത ഊഷ്മാവിൽ വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ നീല ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നീല ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ വെള്ളത്തെ നീരാവിയാക്കുകയും അതിൽ നിന്ന് വിഘടിപ്പിക്കുകയും ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ചുവന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എവിടെ? ആണവ നിലയങ്ങളിൽ വെച്ചിട്ട് വെള്ളത്തിന് നീരാവിയാക്കി നിർമ്മിക്കുന്നതിനെയാണ് ചുവന്ന ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ വെള്ളത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിച്ചെടുക്കുന്ന ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിങ്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിങ്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓറഞ്ച് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓറഞ്ച് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. 1 ടൺ ഹൈഡ്രജനൊപ്പം 19 ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡും വമിക്കുന്നു. അതിനെയാണ് കറുപ്പ് ബ്രൗൺ ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ നീല ഹൈഡ്രജൻ ആണ് പറഞ്ഞാൽ 1 ടണ്ണിന് 4 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? നീല ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ എന്ന ക്ലാസ്സിലെ ടോപ്പിക്കുകൾ. ഇനി നമുക്ക് ഇതിലത്തെ വേണമെന്ന് കുറച്ച് ഇതിന് മുമ്പ് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോടെ നോക്കാം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ. ഇത്
ഇതിനു മുമ്പ് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ഹൈഡ്രജൻ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്നതാണ്. ലളിതമായത് പ്രോട്ടിയം, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഡ്യൂട്ടീരിയം, റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രീഷ്യം എന്ന് പറയപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? പ്രോട്ടിയം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഹൈഡ്രജനെ കുറിച്ചുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയ ക്ലാസ്സുമായി വരും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.